യോഹന്നാൻ 7:39. യോഹന്നാൻ 7:39. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കണ ആർക്കാണ് ജാതി മാറേണ്ടത്? ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചത് കൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിന് പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് സ്നാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവെന്താണ്? അനുഭവം എന്ന് പറയണത്. അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ, നിറയണമേ, നിറയണമേ എന്നിൽ, നിറയണമേ. അതിലൂടെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ സ്വീകരിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്. ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകൾ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ കാറിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ആ മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് അറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിസ് ഇസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പറയാൻ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു. പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകാരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. ഇതിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും മിലിറ്ററി ടാർഗറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, എൻ്റെ പഠനം, പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, കർത്താവേ, നീയാണ് എൻ്റെ പാറ, എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോശൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഇവിടെ അവിടെ എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാരെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കണം ഉടമ്പടിയിലൂടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്തെ കൂടാതെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയം ചെയ്തിട്ടു. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയം ചെയ്തിട്ടു. ഇപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ്, സങ്കടസീനാണ്. ജോലി പോയി, ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട്, കടക്കാർക്ക് പറ്റുകടി പീടികയിൽ ബില്ല് വരും, പല പല പ്രശ്നങ്ങളാണ്. ഇനി ഇടയ്ക്ക് വല്ല ജ്ഞാനസ്ഥാനം, കല്യാണം ഒക്കെ വന്ന് കടം മേടിക്കേണ്ടി വരും, മറ്റുള്ള മുമ്പ് ചോദിക്കേണ്ടി വരും, പല പ്രശ്നമാണ്. ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ സംസാരിക്കുകയാണ്. അപ്പനും തമ്മിൽ ഒരു കൂട്ടാണ്. എന്താ കാര്യം? ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി, വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത്. അങ്ങനെയുള്ള മക്കളുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട, എനിക്ക് ഞാൻ അകത്ത് മതിയെന്ന് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് പറയുന്നത് അപ്പനും മകനും കൂടി ഇരുന്ന് ഇളഞ്ഞിരുന്നുണ്ട് ഈ കഥ പറയുകയാണ്. മകൻ എന്ത് ചെയ്യോടാ? ഇല്ല ദൈവം. അപ്പോൾ അപ്പം പറയും, നീ ഉടമ്പടി എടുക്കടാ, ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്, നീ ഉടമ്പടി എടുക്കടാ എന്ന് പറയും. കാര്യം ഉടമ്പടി കുഞ്ഞ് ഓടിക്കാളാണ്. നീ ഉടമ്പടി എടുക്കടാന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് ഇതും പറയുകയാണ്, അമ്മ ഞങ്ങളുടെ അടുത്തിരിക്കണ പോലെയൊക്കെ തോന്നി, വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ അപ്പനിത് പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. എന്നിട്ട് ഇതും പറയണത് അമ്മ ഞങ്ങളുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം അപ്പൻ പറയണത് കേക്ക് മകനെ, അതാണ് ശരി, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, നീ ഇങ്ങനെയുള്ള ജീവിക്കണവനല്ല, ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഇതാണ് സമയം. ഉടനെ മിഥുൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവടാന്ന് 3 കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ. ഒരു കമ്പനിയെ തട്ടിക്കളഞ്ഞ്. എന്താ കാര്യം? ആ കമ്പനിക്കാരൻ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും. 1000 പേര് വേണമെങ്കിൽ അവന് 1 പേര് 2 പേരെ വേണമെങ്കിൽ അവർ 1000 പേരെ വിളിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. ബാക്കി 2 കമ്പനി അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. 2 കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നല്ലതാണ്, പക്ഷേ ഉറപ്പില്ല. കാര്യം വിളിക്കണില്ല, അവർ വിളിക്കണില്ല, അതാണ് സംഭവം. ഇനി അമ്മ ടൈം മതറായത് കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ 3 കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം. ഒന്ന് 9 മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല. രണ്ടാമത്തത് 12 മണിക്ക്. ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാം. 2 9 മണിക്കാണെങ്കിൽ തെണ്ടിപ്പോയനാ. ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അറിയണം. ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആധ്യാത്മിക ഒരു AI ആണ്. അതായത് പ്രോഗ്രാം ചെയ്യും. സമയ ഘടികാരം നെഞ്ചുചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ്
നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും. ഒന്ന് 9 മണിക്ക്, ഒന്ന് 12 മണിക്ക്, ഒന്ന് 4:30 മണിക്ക്. ഇങ്ങനെയുണ്ട് പരിപാടി. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ? 3 കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് ഉടമ്പടിയിലായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി. അമ്മ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരണത്. അപ്പോൾ ഇവന് 1ാമത്തെ ഉടമ്പടിക്ക് 9 മണിക്ക് പോയി. 1ാമത്തെ ഇൻ്റർവ്യൂ 9 മണിക്ക് പോയി. അവരോട് സംസാരിച്ചു. അവർ ചുമ്മാ ബയോഡേറ്റ എവിടെയാണ് വർക്ക് ചെയ്തത്, അങ്ങനെ കുറച്ച് ക്യാഷ്വൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട്, നമ്മളെ ആവശ്യമില്ലെന്ന്. അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആളല്ല. ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക, എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ അമ്മയുടെ പേരെന്താ, എവിടുന്ന് വരുന്നത്, പണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. എൻ്റെ അർത്ഥം അവർ ആൾക്കാരെ എടുത്ത്. 12-ാം മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റ്യനാണ്. എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്, അവിടുന്ന് പോരാൻ കാര്യം എന്താ, എങ്ങനെ അവിടെ ജോലി നഷ്ടപ്പെട്ടത്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കും. ഇവൻ്റെ കലിബറോ ഇവൻ്റെ എക്സ്പീരിയൻസോ ഒന്നും അത് ചോദിക്കണ്ട. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്, അതിലെ നിങ്ങൾ വിളിച്ചതെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ്. 3ാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല. കാര്യം എന്താണ്, അവിടെ ചെന്നാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാര്യം ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി. ഇനി തീർന്നില്ല, ഇൻ്റർവ്യൂ തീർന്നില്ല. പക്ഷെ 4 മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് 3ാമത്തെ കമ്പനിയിൽ നിന്ന് അവനെ വിളിച്ചു. കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത്, അമ്മ ഒരു 1 way or other മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ. അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴമില്ലി വീശിയടിച്ചെന്ന് പറയും. ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ. അത് അമ്മയെ കയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ല്. അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ല് നോക്കി. അത് മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു. 4 മണിയായപ്പോൾ 3ാമത്തെ സ്ഥലത്ത് നിന്ന് തന്നെ വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ്, മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഓടിയെത്തുമ്പോൾ 4:30 മണിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും, സാരമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിയായപ്പോൾ ഇവൻ ഒരിടത്തും എത്തിയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ്, കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. 5 മണിക്കാണ് അവിടെ എത്തണത്. 5 മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു. വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ നേരം നിന്ന് വിടുമ്പോഴും പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി. അതെന്താ പ്രശ്നം, അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ ഉടമ്പടി ഇവൻ ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ്. അവരെടുക്കാനുള്ള ആളെ എടുത്തായിരുന്നു. ആ കമ്പനി 3ാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ്. ഇവൻ എടുക്കേണ്ട കാര്യമില്ല. മാതാവ് അവൻ്റെ ആ മുറി കയറിയിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു, എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു. ക്ലർക്ക് പറഞ്ഞു, നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന്. കമ്പനി വെയിറ്റ് ചെയ്തതല്ല, കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ്. ഞങ്ങൾക്ക് വേണ്ടി അഭിഭാഷകയായി വാദിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് സാമീപ്യത്തിന് നന്ദി പറയുന്നു. അതായത് ഇത് അത്രയും, അതായത് ഇപ്പോഴെന്താ ഈ ഇതിനെന്താ പറയണത്, എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം, ഉടമ്പടിയിൽ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും. ഒരു പ്രാവശ്യം ഇവന് ജോലി പോയില്ലേ, ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവനൊരു വെളുപ്പിന് 4 മണിക്കൂർ സ്വപ്നം കണ്ട്.
കൃപാസന മാതാവ് കരയണേ. അപ്പോൾ ഉടനെ മിഥുൻ അമ്മയുടെ ഉടുപ്പെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും. നീ എന്നെ തുടരുമെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ ആത്മീയ സാഹചര്യമുണ്ട്, തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ, ദൈവം അതിനെ അനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയോട് വിശുദ്ധിയും വിശ്വസ്തതയോടെയും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ ഇങ്ങനെയല്ല. ഇപ്പൊ ഇത് മിഥുൻ്റെ കാര്യം, രാധമ്മ, അതായത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവർ തന്നെത്താൻ പറയാണ്. അമ്മച്ചി തന്നെത്താൻ പറയാണ്, എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ട് ഇവിടെ തന്നെ എന്താ, മകൻ മദ്യപാനിയാണ്, ഭാര്യയെ തല്ലുന്നു, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി, അവൻ വിദേശത്ത് ജോലിക്ക് പോയി, അവന് പണമായി. രാധമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ സ്ഥലമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത്. പിറ്റേ ദിവസം തന്നെ ആ ഫയൽ എടുക്കുകയാണ്, ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ രാധമ്മക്ക് ഒരു കാര്യം വെച്ചായി, ഇതെന്നെ സ്ഥലം ആരോടും പറയാതെ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വരും, പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. 9ാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ, 9ാമത്തെ ഇതാരും പറയില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനോന്ന്. അപ്പോഴേ ഇവർ ഒറ്റക്കെടുക്കുന്ന തീരുമാനമാണ്. ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും. അവർ ഓക്കെ ആണെങ്കിലേ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവരോട് പറഞ്ഞ്, നീ ഒറ്റക്ക് ഇവിടെ വന്നിരിക്ക്, ഉപവസിച്ചുകൊണ്ടിരിക്ക്. അങ്ങനെ 9 ചൊവ്വാഴ്ച ഇരുന്ന് 9ാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൊണ്ട പഴുത്ത തൈറോയിഡാണ് അസുഖം. അത് ഉടമ്പടി വെച്ചോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ 9ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കഴുത്തിങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും, എന്തോ സാധനം അടന്ന് പോണ പോലെ തോന്നും. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന തൈറോയ്ഡ് കാണാനില്ല. അപ്പോഴവർക്ക് പിന്നെ അവരുടെ വിശ്വാസം പെരുകിയില്ലേ. അവരുടെ വീട്ടിൽ ചേടത്തിയോ ഉണ്ട് ആണെന്നത്. അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല. അവർ കുണ്ടളം കാഴ്ച കിടക്കുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കഷ്ണം പോലെ തൂങ്ങുകയാണ്. ഭയങ്കര വേദന. അപ്പോൾ ഇവരെന്നാ ചെയ്യണത്, ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി. നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത്. അപ്പം മിഥുൻ എന്നോട് പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ എന്തറിയാവോ, ഈ പത്രം നിങ്ങളെ കൊടുക്കണത് ഇവിടെ പറയണ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത്. നിങ്ങളിവിടെ പറയണത് പള്ളിയിൽ കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുകയല്ലേ. ഞങ്ങളങ്ങനെയല്ലേ ചെയ്യണത്. ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും. അപ്പം പുറകെ ഇരിക്കും, ഞാൻ ബൈക്ക് ഓടിക്കും. എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും. ഇപ്പം മിഥുനും അപ്പനും ചെയ്യണത് എന്താണ്, അവർ ബൈക്കൊക്കെ കയറി, മകൻ ബൈക്ക് ഓടിക്കും, അപ്പം പുറകെ ഇരിക്കും. ജോലിയും പോയി, എല്ലാം പോയി, കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരവരുടെ വിശ്വാസത്തിന് വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്നുവെച്ചും അവരോട് പറയും, ഇന്നലെ കൃപാസനത്തിൽ ഇന്ന അത്ഭുതം നടന്ന്. എന്നിട്ട് ഇവൻ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും. കൃപാസനത്തിൽ നടന്ന് ഏറ്റവും നല്ല അത്ഭുതം നോക്കിയിട്ട് സന്നദ്ധൻ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും. അതെല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം, പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണത് സംബന്ധിച്ചിടത്തോളം ദൈവവും അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി, വിളിക്കാത്ത കമ്പനി, കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കാൻ അവിടെ.
ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് ഈ കുരിശുരൂപം കാണുമ്പോൾ ഏത് കഴുതക്കും മനസ്സിലാവും. കുരിശുരൂപം ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ്. എന്താണ്? ദൈവം നിന്നെ വീണ്ടെടുക്കാൻ, നീ ഒറ്റ ആളാണെങ്കിൽ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ കുരിശുരൂപം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും തുറന്നൊരു വായനാ പുസ്തകമാണ് കുരിശുരൂപം. അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത്. പക്ഷെ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് പ്രശ്നം. ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. രാധമ്മ എന്താ ചെയ്യണത്? രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ. അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും. എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസനം മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത്. അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവന് ദൈവം അടയാളം കൊടുക്കും. അടയാളം അത്ഭുതം പറയുന്നത് അങ്ങനെയാണ്. അല്ല വെറുതെ കുത്തിയിരുന്ന അടയാളം അത്ഭുതം ഉണ്ടാകത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 15:18 എടുത്തേ. റോമ 15:18. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് പറഞ്ഞ വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അതാണ് അപ്പോസ്തലിക പ്രഭാഷണം എന്ന് പറയണത്. വേറെ ഒന്നിനെക്കുറിച്ചും പറയത്തില്ല. അതായത് സുവിശേഷ കൈമാറ്റത്തിന് ഒരു മീറ്റർ ഉണ്ട്. എന്താ അതിന്റെ മീറ്റർ? എന്താണ്? ഒന്നിന് വായിച്ചേ. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് അവന് വിശ്വാസം നേടിയെടുക്കണം. അവൻ വചനത്തെ വിശ്വസിക്കണം, വചനത്തെ അനുസരിക്കണം. അനുസരണം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിജാതി അനുസരണം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വായിച്ചോളൂ. വാക്കാലും പ്രവൃത്തിയാലും. വാക്കും പ്രവൃത്തിയും ഉടമ്പടിയാണത്. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഒരാൾ ഉടമ്പടിയിലാണോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ വഴി ക്രിസ്തു പ്രവർത്തിക്കണം. എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ? ഇപ്പം രാധമ്മയുടെ കാര്യം എടുക്കുക. എന്താണ്? ഈ കുണ്ടളം കാച്ചക്കണ പോലെ വേരിക്കോസ് മൊത്തം കറുത്ത് ഇരിക്കുകയാണ്. രാധ എന്താ പറയണത്? രാധ പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും. 10-12 കൊല്ലമായ വേരിക്കോസാണേ. കാലനിത്യം മരവിച്ചിട്ട് കഴച്ചിട്ട് തലയെ വെച്ചിട്ട് കിടന്ന നിലയും പിടിച്ച് കിടന്ന് ഉറങ്ങണ വ്യക്തിയാണ്. വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത്. ഇവർ മാത്രം. ഈ പാവപ്പെട്ട ചേച്ചി ഈ ഉടമ്പടി തൈലം ഉപ്പ് എടുത്തിട്ടുണ്ട് അവരുടെ കാലെ പെട്ടി കൊടുക്കും. വിശ്വപ്രമാണം ചൊല്ലി 3-ാം ദിവസം ഇത് പുതിയ കാല് പോലെ അങ്ങോട്ട് ഇരിക്കും. ഇപ്പം ആരാണ്? രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കാൻ, ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളം നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരെയും ക്രിസ്തുവിൽ മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാധമ്മയെടുത്ത് വേറെ ഒരു ചെടുത്തി വന്നിട്ടും പറഞ്ഞു. അവർ ജോലിക്ക് പോണ വീട്ടിലെ ചെടുത്തി പറഞ്ഞു, രാധമ്മേ ഒരു സമാധാനമില്ല, ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ്. രാധമ്മ പറഞ്ഞ അമ്മ കേൾക്കുമല്ല, ഞങ്ങൾ 16 കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാകുടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയാണ്. 16 കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ 8 കുടുംബമാറ്റം ഉണ്ട്. അവിടെ പാകുടമ്പടിക്ക് 16 കൊല്ലമായിട്ട് കേസുണ്ട്. 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോണത്. അപ്പോൾ കോടതിയിലാണ് വിഷയം. അപ്പോൾ ഈ വിഷയം രാധമ്മയോട് പറയും, രാധികയോട് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും. എന്താ പറയും? ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല,
ഞാനത് അമ്മയോട് പറഞ്ഞോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടത്തി വിളിച്ചിട്ട് പറഞ്ഞ്, രാധമ്മ എല്ലാ പ്രസവം തീർന്ന്, മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിന്നളന്നിട്ട് എല്ലാം തിരിച്ചു, പ്രസവം തീർന്നു, ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, നീ അങ്ങോട്ട് വരാൻ പറയും. പെട്ടെന്നാണ്, എന്ത് സ്പീഡാണെന്ന് നോക്കിയേ. 16 കൊല്ലമാണ് 16 സെക്കൻഡ് കൊണ്ട് തീർക്കണത്. ഇതാരാ തീർക്കണത്? ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ്. ആര് സത്യമായി വിശ്വസിക്കുന്നുവോ, ആര് ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി വേറെ ചെയ്യുന്നുവോ, ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ, അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. അപ്പം നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ എംപവറിങ്ങിലാണ്, പവർ ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ പവർ ചെയ്യുകയാണ്. നിങ്ങൾ കർത്താവിന് കൈമാറുന്ന ആളാണെന്ന് കണ്ടാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് അടയാളം തരാൻ തുടങ്ങും. അടയാളം, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൾ. അവരാണ് അവസാനം പറയണത്, ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്, ഇനിയും ഞാൻ മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കും. എന്താ കാര്യം? ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണ് അവർ ജീവിതത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവരെ ഉടമ്പടിയെ നീതീകരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തരായ വക്താക്കളായി മാറാൻ വേണ്ടി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചനത്താലും അഭിഷേകത്താലും നമ്മളെ ധന്യരാക്കി അവിടുത്തെ സ്നേഹത്തിന്, ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, അടയാളങ്ങളാലും നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചമായി പ്രശോഭിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത അഭിഷേകം നിന്റെ സ്വന്തമാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം. അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ
കരുതിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.